ഇവർ വിഗ്രഹങ്ങളെ സേവിച്ചവരാ ഇവരാര്? യഹൂദന്മാര്. അപ്പൊ അത് ഓരോ ഭാഗവും വചനം എടുത്ത് വേണേൽ പഠിക്കാം. അന്ന് വിഗ്രഹങ്ങളെ സേവിച്ചപ്പോൾ ദൈവം അവരോട് കോപിച്ചില്ല. ഈജിപ്തിൽ വിഗ്രഹങ്ങളെ സേവിച്ചപ്പോൾ ദൈവം അവരോട് കോപിച്ചില്ല. പക്ഷേ ഇവർക്ക് മോശ മേളിന്ന് സീനായി പർവ്വതത്തിൽ വെച്ച് ഒന്നാമത്തെ കൽപ്പന കൊടുത്തു. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് സമുദ്രത്തിലോ യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കിയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പന കൊടുത്തപ്പോൾ അവരോട് താഴെ വിഗ്രഹാരം ചെയ്തപ്പോൾ 3000 പേരെ വെട്ടിക്കൊല്ലേണ്ടി വന്നു. അപ്പൊ നിയമം വരുന്നിടത്ത് എന്തുണ്ട്? ലംഘനമുണ്ടോ? നിയമം ഇല്ലെങ്കിൽ ലംഘനമില്ലല്ലോ. ഇപ്പൊ ഇതാ ഞാൻ ഈ കസേര ഇരുന്നു, എന്നോട് നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നാളെ പറയാണ്, നാളെ മുതൽ ഇതേ ഇരിക്കാൻ പാടില്ല, ഇതെന്റെ ഈ വീടിന്റെ ഉടമസ്ഥനായിരിക്കുന്നത് എനിക്ക് ഇരിക്കാനുള്ള സീറ്റാണ്, നീ ഇതായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേക്കാൻ പറയുന്ന അധികാരം നിയമമായതുകൊണ്ട് ഇന്നിപ്പോ പറയാനൊക്കത്തില്ല. ഇപ്പൊ ഇന്ന് എന്നോട് പറയാ, അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ കസേര ഇരിക്കാൻ പാടില്ല, എനിക്ക് ഇരിക്കാനുള്ള, അവിടെ കാണാൻ പോയിരുന്നോ? ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച ഞാൻ വന്നിട്ട് ഇതേ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനെ പറയാം അവിടെ നിങ്ങൾ എഴുന്നേക്കണം. കാരണം ഞാൻ ലംഘനമാണ് കാണിച്ചത്. നിയമം ഇല്ലെങ്കിൽ ലംഘനമില്ല. അപ്പോൾ ദൈവം മനുഷ്യന് ഇത് ന്യായപ്രമാണം കൊടുത്തത് അവിടെ എല്ലാം ദൈവത്തിന്റെ വിശുദ്ധി മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഞാൻ വിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കാനാണ്. എന്നിൽ പാപമില്ല, എന്നിൽ ഇരുട്ടില്ല, നിങ്ങളിൽ അതുണ്ട്. അപ്പോൾ ഓരോ നിയമങ്ങളും മനുഷ്യന്റെ കുറവുകളും, ഓരോ നിയമങ്ങളും ദൈവത്തിന്റെ വിശുദ്ധിയുമാണ് കാണിച്ചു കൊടുക്കുന്നത്.